ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഈ എക്സ്ട്രൂഡഡ് പാർട്സ്, അതായത് മെറ്റൽ എക്സ്ട്രൂഷൻ വഴി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ എന്തൊക്കെ ഡിഫക്ട്സ് വരുമെന്ന് നോക്കാം. ഇതൊരു എസ്ഐ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനൊന്നുമില്ല, 2-3 മാർക്സിന് ചോദിക്കാനുള്ളതേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഡിഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് 2-3 മാർക്സിന് സാധാരണ ചോദിക്കത്തുള്ളൂ. ഫിഗറൊന്നുമില്ല, ഈ ഫിഗർ ഞാനിവിടെ വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. ഫിഗറൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ബേസ്റ്റ് അല്ലെങ്കിൽ ആരോ ഹെഡ് ഫീച്ചർ അല്ലെങ്കിൽ ആരോ ഹെഡ് ഫീച്ചർ അല്ലെങ്കിൽ സെൻറ്റർ ക്രാക്കിംഗ്, ഇൻറ്റേർണൽ ക്രാക്ക്, ഇങ്ങനെയൊക്കെ പറയും. അതാണ് സെൻറ്റർ ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ക്രാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻറ്റേർണലി ഉണ്ടാകുന്ന ആ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഉള്ളിൽ വരുന്ന, ഇതിപ്പം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പാർട്ടാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ക്രാക്കിനെയാണ് ഈ സെൻറ്റർ ബേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ആരോ ഹെഡ് ഫ്രാക്ചർ, സെൻറ്റർ ക്രാക്കിംഗ്, ഇൻറ്റേർണൽ ക്രാക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ റീസണാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷന് ഒരു റീസൺ ആവാം, ഇമ്പാക്റ്റ് എക്സ്ട്രൂഷന് മറ്റൊരു റീസൺ ആവാം. അങ്ങനെ ഓരോന്നിനും ഓരോ റീസൺ കൊണ്ടാണ് ഈ സെൻറ്റർ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ക്രാക്ക് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ക്രാക്ക് ആയതുകൊണ്ട്, അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്രാക്ക് ആയതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് കാണാൻ ഒക്കത്തില്ല, നേക്കഡ് കൊണ്ട് നമുക്ക് വിസിബിൾ ആവത്തില്ല. അതിൻ്റെ അകത്തുള്ള ക്രാക്കാണല്ലോ. അപ്പോൾ അത് ഈ ടെസ്റ്റിംഗ് ഒക്കെ നടത്തും, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് റേഡിയോഗ്രാഫി ടെസ്റ്റൊക്കെ നടത്തുമ്പോഴാണ് ഈ ഇൻറ്റേർണൽ ക്രാക്കിൻ്റെ പ്രസൻസ് ഒക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ട് എങ്കിൽ ഇതിന് ആവശ്യത്തിന് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് കാണത്തില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ കേസ് നോക്കാം. ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ നമ്മൾ ഈ റാം ഇതിനെ കംപ്രസ് ചെയ്യുമ്പോൾ, ഈ ഹോട്ട് ബിൽഡിൻ്റെ കംപ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സാണ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ കംപ്രസീവ് ഫോഴ്സാണ് നടക്കുന്നതെങ്കിലും ഇതിൻ്റെ നടുക്ക് വരുന്ന ലെയറിൽ, അതായത് ഈ ബില്ലറ്റിൻ്റെ നേരെ സെൻട്രൽ ലൈനിൽ വരുന്ന ആ ലെയറിന് ഒരു ടെൻസൈൽ ഫോഴ്സാണ് അവിടെ വരുന്നത്. കാരണം ഇവിടെ മൊത്തത്തിൽ കംപ്രഷനാണ് നടക്കുന്നതെങ്കിലും ഇവിടെ വരപ്പം ഇവിടെ ഒന്ന് ഇങ്ങനെ കംപ്രസ്ഡായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പം അങ്ങനെ കംപ്രസ്ഡായി പുറത്തേക്ക് വരുന്നത് കാണാം. അതിൻ്റെ സെൻട്രലിൽ വരുന്ന ആ ഒരു ലെയറിൽ ആക്ച്വലി ടെൻസൈലാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകുന്ന കാരണം അവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകും. അതൊരു പർട്ടിക്കുലർ ലിമിറ്റിൽ കഴിയുമ്പോഴേക്കും ആ ടെൻസൈൽ സ്ട്രെസ് കൂടി അവിടെ ഒരു ഫ്രാക്ചർ ഉണ്ടാകും. അതായത് അതിൻ്റെ ഉള്ളിൽ വരുന്ന നടുക്ക് മിഡിലായിട്ട് വരുന്ന ആ സെൻട്രൽ ലൈൻ എന്ന് വരുന്ന പോർഷനിൽ ഒരു ടെൻസൈൽ സ്ട്രെസ്സാണ് അവിടെ ഫോം ചെയ്യുന്നത്. ആ ടെൻസൈൽ സ്ട്രെസ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴേക്കും അവിടെ ബ്രേക്ക് ആവും. അതായത് അവിടെ ഒരു ക്രാക്ക് ഉണ്ടാകും, ഇൻറ്റേർണലി ഒരു ക്രാക്ക് ഉണ്ടാകും. അങ്ങനെയാണ് ഈ സെൻറ്റർ ബസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ക്രാക്ക് ഉണ്ട്. അത് പല റീസൺ ആവാം. ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല, ചിലപ്പം കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പം ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഡയമീറ്റർ റിഡ്യൂസ് ചെയ്യാതെ ഡ്രാസ്റ്റിക്കായിട്ട് ഡയമീറ്റർ ഇങ്ങനെ റിഡ്യൂസ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെയാണ് സാധാരണ ഈ ഒരു ഇൻറ്റേർണൽ ക്രാക്ക് അല്ലെങ്കിൽ സെൻറ്റർ ബേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഡിഫക്റ്റ്. രണ്ടാമത്തത് സർഫസ് ക്രാക്ക്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ സംഭവം തന്നെ ഇപ്പം തന്നെ മനസ്സിലായി കാണും. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സർഫസിൽ ക്രാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും പല റീസണാണ്. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ ഒരു റീസൺ ആവാം, ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനിൽ മറ്റൊരു റീസൺ ആവാം. ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ബ്ലോ, അത് ഒരുപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ആ ബ്ലോയിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ സർഫസ് ക്രാക്കായി പോകും. അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയൽ ചിലപ്പം അത്രത്തോളം സോഫ്റ്റ് അല്ലാത്ത മെറ്റീരിയൽ, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കേസിലും സർഫസിൽ ക്രാക്ക് ഉണ്ടാവാം. പിന്നെ ഇവിടുത്തെ ഈ ഹോട്ട് ബില്ലറ്റ് ഈ ഡയറക്റ്റ് എക്സ്ട്രൂഷനിലാണെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കറക്റ്റ് അല്ല എങ്കിൽ, അതായത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ആവാതെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെങ്കിലും ചിലപ്പോൾ സർഫസിൽ ക്രാക്കൊക്കെ ഉണ്ടാവാം. ചിലപ്പം ഇത് പുറത്ത് വന്നതിന് ശേഷം അത് തണുക്കാൻ വയ്ക്കുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ സർഫസിൽ ക്രാക്കുകൾ ഉണ്ടാകുന്നത്. അത് മെറ്റലർജിക്കൽ പ്രോപ്പർട്ടിയെ കൊണ്ടാണ് ആ സർഫസിൽ ക്രാക്ക് ഉണ്ടാകുന്നത്. അപ്പം സർഫസ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ അത് പുറമേ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ക്രാക്ക് തന്നെയാണ്. നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിൾ ആവുന്ന ക്രാക്ക് തന്നെയാണ് ഈ സർഫസ് ക്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ 2 ഡിഫക്ട്സ് ആണ് ഈ എക്സ്ട്രൂഡഡ് പാർട്സിൽ മെയിനായിട്ട് വരുന്നത്. ഇനി 1-2 ഡിഫക്റ്റ് ഉണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഡിഫക്ട്സ് ഇൻ എക്സ്ട്രൂഡഡ് പാർട്സ് എന്ന് പറയുന്നത്. ഇത് 2-3 മാർക്സിനെ ചോദിക്കത്തുള്ളൂ ഈ ക്വസ്റ്റ്യൻ സാധാരണ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് മെറ്റൽ ഡ്രോയിങ്ങിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.